Hi friends! അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നപ്പോൾ നമ്മുടെ 10th ഡേ ഓഫ് വെയിറ്റ് ലോസ് ചാലഞ്ച് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വെയിറ്റ് റിവീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മുമ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ ഇട്ടില്ലായിരുന്നേ ഉള്ളൂ. അത് ഞാൻ 10th ഡേ മുന്നേ പ്ലാൻ ചെയ്തിരുന്നു. 10th ഡേ ആകുമ്പോൾ എത്ര വെയിറ്റ് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതും ഇപ്പം എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അത് കാണിക്കുന്നുണ്ട് കേട്ടോ, എത്ര വെയിറ്റ് കുറഞ്ഞു എന്നുള്ളത്. 3 കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് 3 കിലോ കുറഞ്ഞതിൽ. ശരിക്കും ഞാൻ 90 എബോ വെയിറ്റ് ഉണ്ടായിരുന്നു മുന്നേ. അപ്പോൾ 90 എബോ ആയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇനി നമ്മൾ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൈ വിട്ടു പോകുന്നുള്ളത്. ഞാൻ അത്യാവശ്യം ഹൈറ്റുള്ള കാരണം കാഴ്ചയിൽ അങ്ങനെ ഫീൽ ചെയ്യില്ല, പക്ഷെ എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയിരുന്നു. പീരിയഡ്സ് ഇറഗുലർ ആവാനും അതുപോലത്തെ നമ്മൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, കിതപ്പ് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡയറ്റ് മാത്രമേ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുള്ളൂ. ഞാൻ എക്സസൈസിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുവരെ എനിക്ക് ഈ പറഞ്ഞ മാതിരി ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ അത് തുടങ്ങിയ മുതൽ ഓരോ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എക്സസൈസ് തുടങ്ങണം. നാളെ മുതൽ എന്തായാലും എക്സസൈസ് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് എത്രയാ ഉണ്ടെന്നുള്ളതും എത്ര കുറഞ്ഞെന്നുള്ളതും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മുന്നത്തെ വെയിറ്റ്, 91.55. ഇപ്പോൾ 10 ദിവസം ഡയറ്റിന് ശേഷം എനിക്കിതാ 88.65 വെയിറ്റായി 3 കിലോ കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡിറ്റോക്സ് ഡ്രിങ്ക് റെഡിയാക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചതക്കാൻ വേണ്ടി വെച്ചു. അതിന് ശേഷം ഞാൻ ക്യുമിൻ സീഡിലെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യുക. തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റാം കേട്ടോ. ഇത് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇത് മോർണിംഗിൽ കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ടെർമറിക്കും ജിഞ്ചറും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ലൊരു ഡിറ്റോക്സ് ഡ്രിങ്ക് ആണ്. അതുപോലെ വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കുന്നത് രാഗി സ്മൂത്തിയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് രാഗി നന്നായിട്ടൊന്ന് കട്ടൊന്നും കുത്താതെ നല്ല രീതിയിൽ ഉടച്ചെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് കുറുക്കിയെടുക്കുക. അല്ലാണ്ട് കട്ടിയാവേണ്ട, ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായാൽ മതി. ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് കട്ടിയാവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. അങ്ങനെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നേക്കാളും കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ട് കേട്ടോ രാഗി. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക മധുരത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ബനാന കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബനാന മീൻസ് റോബസ്റ്റ പഴമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതാ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ കുറുക്കിയെടുക്കുമ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നട്ട്സ് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ അവരെല്ലാവരും വന്ന് വരുമ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ്, ജേഴ്സി, വീട്ടിലിടാൻ പറ്റിയ ജേഴ്സി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഹാപ്പി. അപ്പോൾ ഇതാ ചോറൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് ലഞ്ചിന് ഒരു കുഞ്ഞ് ചിടയാണ് കേട്ടോ. കുറച്ച് ബിരിയാണി ഞാൻ കഴിക്കുന്നുണ്ട്. ഒരു 100 ഗ്രാംസ് ബിരിയാണി എടുത്തിട്ടുണ്ട്. അതുപോലെ ഫിഷ് ബിരിയാണി ആണ്, അപ്പോൾ അതിൻ്റെ ഫിഷും എടുത്തിട്ടുണ്ട്. 2 ചെറിയ പീസ് ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ സൈഡായിട്ട് സാലഡും ചമ്മന്തി ഒരു പൊടിക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നൊരു കുഞ്ഞ് ചിട ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ.
അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞാൻ ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിന്നു. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ വെജിറ്റബിൾ സ്റ്റിയർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. പേര് കേൾക്കുമ്പോൾ വലുതായി തോന്നും, പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം പാൻ എടുത്തു, അതിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു, അതിലോട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇട്ട് കൊടുത്തു, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുത്തു. അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം വീണ്ടും സെയിം പാനിലോട്ട് തന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് അതിലോട്ട് കുറച്ച് ഗാർലിക് ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഗാർലിക് മൂപ്പിച്ചെടുത്തതിന് ശേഷം അത് ഓണിയൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വെജിറ്റബിൾ കട്ട് ചെയ്യേണ്ട ഒരു പാട് മാത്രമേ ഉള്ളൂ, കുക്ക് ചെയ്യാൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഓണിയൻ സോട്ടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ്, ബ്രക്കോളി, പിന്നെ ക്യാപ്സിക്കം ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. കൂട്ടത്തിൽ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, മറക്കരുത് കേട്ടോ. എന്നിട്ടൊന്ന് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ മഷ്റൂം ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏതൊക്കെ വെജിറ്റബിൾസാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മഷ്റൂമും ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഞാനിതാ ചിക്കനും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ചിക്കൻ ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. ഒരു 2 മിനിറ്റോ നേരം കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്റ്റിയർ ഫ്രൈ ആണിത്. ഇത് ചിക്കനോട് കൂടിയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കിയ ഈ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി, ഒരുപാട് ന്യൂട്രീഷൻ വാല്യൂ ഉണ്ട് ഇതിന്, കാരണം ഒരുപാട് വെജിറ്റബിൾസ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കാരണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടി ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.